ജനറൽ സെക്രട്ടറിയും ആലപ്പുഴ എംപിയുമായ കെ സി വേണുഗോപാലിൽ സമർപ്പിച്ച മാനനഷ്ട കേസിൽ ബി.ജെ.പി. നേതാവ് ശോഭ സുരേന്ദ്രനെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശം. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് സമയത്ത് ശോഭ സുരേന്ദ്രൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തനിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അപകീർത്തിപ്പെടുത്തി എന്നാണ് കെ സി വേണുഗോപാലിന്റെ പരാതി. ഹർജിയിൽ പരാതിക്കാരന്റെ ഭാഗവും തെളിവും പരിശോധിച്ച ആലപ്പുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി ഷാന ബീഗമാണ് മാനനഷ്ട കേസിൽ നടപടി ആരംഭിക്കാൻ നിർദ്ദേശിച്ചത്. പൊതുജനങ്ങൾക്ക് മുന്നിൽ തന്നെ അപകീർത്തിപ്പെടുത്താനും ആശയക്കുഴപ്പം സൃഷ്ടിക്കാനും ലക്ഷ്യമിട്ട് ബി.ജെ.പി. നേതാവ് തെറ്റായ പ്രസ്താവനകൾ നടത്തിയെന്നാണ് കെ സി വേണുഗോപാലിന്റെ പരാതിയിലെ ആരോപണം. വ്യക്തിഹത്യ നടത്താനും ആശയക്കുഴപ്പം സൃഷ്ടിക്കാനും ബോധപൂർവം നടത്തിയ ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് കെ സി വേണുഗോപാൽ നേരത്തെ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. എന്നാൽ നിശ്ചിത സമയപരിധി കഴിഞ്ഞിട്ടും മാപ്പ് പറയാൻ ശോഭ സുരേന്ദ്രൻ തയ്യാറാകാതെ വന്നതോടെയാണ് ആലപ്പുഴ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വേണുഗോപാൽ ഹർജി ഫയൽ ചെയ്തത്. ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിലും കെ സി വേണുഗോപാൽ പരാതി നൽകിയിരുന്നു. ഹർജിക്കാരനായ വേണുഗോപാൽ കോടതിയിൽ നേരിട്ടെത്തി മൊഴിയും നൽകിയിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ കെ സി വേണുഗോപാലിനെതിരെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ശോഭ സുരേന്ദ്രനായിരുന്നു. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടാണ് ശോഭ സുരേന്ദ്രൻ വേണുഗോപാലിനെതിരെ ആരോപണം ഉന്നയിച്ചത്. രാജസ്ഥാനിലെ മുൻ ഖനന വകുപ്പ് മന്ത്രി കിഷോർ അമോലയുടെ സഹായത്തോടെ കേരളത്തിലെ ധാതുക്കളെല്ലാം കവർന്നെടുത്ത് വേണുഗോപാൽ കോടികൾ ഉണ്ടാക്കിയെന്നായിരുന്നു ശോഭ ആരോപിച്ചത്. കിഷോർ അമോലയും കെ സി വേണുഗോപാലും ചേർന്ന് രാജ്യാന്തര തലത്തിൽ പലതരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. കിഷോർ അമോലയുടെ കുടുംബവുമായി ചേർന്ന് ഇപ്പോഴും ബെനാമി പേരിൽ വേണുഗോപാൽ ആയിരക്കണക്കിന് കോടികൾ സമ്പാദിക്കുന്നുണ്ട്. അതിലുൾപ്പെട്ട ഒരു ചെറിയ ആളാണ് ആലപ്പുഴയിലെ കരിമണൽ കർത്ത എന്നും കെ സി വേണുഗോപാൽ പറഞ്ഞിട്ട് കിഷോർ അമോലയാണ് ആലപ്പുഴയിൽ നിന്ന് കരിമണൽ കയറ്റുമതിക്കുള്ള അനുവാദം കർത്തയ്ക്ക് കൊടുത്തതെന്നും ശോഭ ആരോപിച്ചിരുന്നു. ശോഭ സുരേന്ദ്രൻ ഇതാദ്യമായല്ല പരാമർശം നടത്തുന്നത്. കഴിഞ്ഞ 2024 മുതിർന്ന CPM നേതാവും മുൻ മന്ത്രിയുമായ ഇ.പി. ജയരാജൻ നൽകിയ മാനനഷ്ട കേസിൽ ബി.ജെ.പി. നേതാവ് ശോഭ സുരേന്ദ്രന് കോടതി നോട്ടീസ് നൽകിയിരുന്നു. കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതായിരുന്നു ഉത്തരവ്. ബി.ജെ.പി. പ്രവേശന ചർച്ചയ്ക്കായി ഇ.പി.യുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ശോഭ സുരേന്ദ്രന്റെ പരാമർശത്തിനെതിരെയാണ് CPM നേതാവ് പരാതി നൽകിയത്. പ്രകാശ് ജാവദേക്കറുമായി ഇ.പി. ജയരാജൻ നടത്തിയ കൂടിക്കാഴ്ചയുടെ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെയായിരുന്നു ശോഭയും വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നത്. ഇത് വലിയ രീതിയിൽ വിവാദമാവുകയും ചെയ്തിരുന്നു. ശോഭയുടെ വെളിപ്പെടുത്തൽ തള്ളിയ ജയരാജൻ നിയമപരമായി മുന്നോട്ട് പോകുമെന്നായിരുന്നു വ്യക്തമാക്കിയത്. ഇതിന് പിന്നാലെ ഇ.പി. മാനനഷ്ട കേസ് നൽകിയിരുന്നു. ദല്ലാൽ ടി.ജി. നന്ദകുമാറിനെയും സംഭവത്തിൽ ബന്ധപ്പെടുത്തിയിരുന്നു. എന്നാൽ ശോഭയുടെ ആരോപണം നന്ദകുമാറും തള്ളുകയായിരുന്നു. ഇ.പി.യുമായി ശോഭ കൂടിക്കാഴ്ച നടത്തിയിട്ടില്ലെന്നായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. ശോഭയുടെ വെളിപ്പെടുത്തൽ അസംബന്ധവും തട്ടിപ്പുമാണെന്നായിരുന്നു നന്ദകുമാർ പറഞ്ഞത്. സംഭവത്തിൽ ശോഭയ്ക്ക് പുറമെ KPCC അധ്യക്ഷൻ കെ സുധാകരൻ, ദല്ലാൽ നന്ദകുമാർ എന്നിവർക്കെതിരെയും ജയരാജൻ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. ഇ.പി. ബി.ജെ.പിയിലേക്ക് പോവാൻ ചർച്ച നടത്തിയെന്ന പ്രചാരണം ഇടതുമുന്നണിയിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. വൻ വിവാദങ്ങൾക്കാണ് ഇത് വഴിയൊരുക്കിയത്.